ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെ മനസ്സാകെ തകർന്നിരിക്കുന്നത് കണ്ട് ആരതിയെ സച്ചി ആശ്വസിപ്പിച്ചു. എന്തായാലും ഷാരടി മാഷ് പറഞ്ഞത് വേറൊരർത്ഥത്തിൽ തന്നെയാകാം. മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ മരണം സംഭവിച്ചു എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ഈ ജന്മത്തിലെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു എന്നല്ലേ ഉള്ളൂ. അടുത്ത് പുനർജന്മം കിട്ടിയെന്ന് പറഞ്ഞാൽ മരണത്തിന്റെ വക്കോളം ചെന്നിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നും അത് തന്നെയാണല്ലോ പുനർജന്മം എന്ന് പറയുന്നത്. അങ്ങനെയും സംഭവിച്ചിരിക്കാം. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ മരിച്ചു എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. മാത്രമല്ല മരണശേഷമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ അദ്ദേഹം വിലക്കുകയും ചെയ്തു. അതിൽ നിന്ന് കൂടുതലൊന്നും നമുക്ക് ചിന്തിക്കേണ്ടതില്ലല്ലോ സച്ചി എന്ന് ആരതി വർമ്മ പറയുന്നത് കേൾക്കുമ്പോൾ സച്ചിയുടെ മനസ്സിലും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നു. അപ്പോൾ എൻ്റെ അർച്ചന എവിടെയെങ്കിലും ജീവനോടെ ഉണ്ട് എന്ന് തന്നെയാണ് അല്ല വക്കീലെ എന്ന് ചോദിച്ചപ്പോൾ, പിന്നല്ലാതെ അക്കാര്യത്തിൽ ഇനി യാതൊരു സംശയവും വേണ്ട സച്ചിക്ക് എന്ന് ആരതി സച്ചിയെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ഗോകുലും അർച്ചനയും കൂടി ടൂറ് പോകുന്നതിന് വേണ്ട പ്ലാൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ ഒരു യാത്ര പുറപ്പെടുന്നതിനെ കുറിച്ച് രാജീവിന്റെ അരികിലേക്ക് എത്തി ഗോകുല് പറയുന്നു. രാജീവ് അത് കേട്ടതും അർച്ചന സമൃദ്ധിയുമായിട്ട് ഒരു ഔട്ടിങ്ങിന് പോവുകയാണെന്നും കുറേ നാളായി ഒരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിച്ചു. അതിനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇങ്ങനെയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ അവന്തികയാണ് എന്നും അറിയിച്ചു. അത് കേട്ടതോടെ വല്ലാത്ത ഞെട്ടലായി രാജീവിന്. രാജീവ് ആശങ്കയോടെ ഗൂഗിളിനോട് ചോദിച്ചു, അല്ല അവന്തികയും കൂടെ വരുന്നുണ്ടോ? ഉണ്ട് എന്ന് രാജീവിനോട് ഗൂഗിൾ മറുപടി നൽകി. അവന്തിക ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും കൂടെ പോരാനായിട്ട് അവന്തിക റെഡിയായി വന്നു കഴിഞ്ഞു. അവിടെ ചേച്ചിയോട് സംസാരിച്ചിരിക്കുകയാണ് എന്ന് ഗൂഗിൾ മറുപടി നൽകി. എല്ലാം കേട്ടതോടെ രാജീവിന് വല്ലാത്ത ടെൻഷനായി. രാജീവ് ഭയത്തോടെ അവന്തികയോടൊപ്പം പോകണ്ട പോകണ്ട എന്ന് ഒരു വിധത്തിൽ പറയാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അവന്തിക വാതിക്കലേക്ക് എത്തി. എന്താ എന്താ രാജീവ് പറയുന്നത് എന്ന് ചോദിച്ച് അവന്തിക മുന്നിലേക്ക് വരുമ്പോൾ രാജീവ് ഭയത്തോടെ അവന്തികയെ കണ്ട് കണ്ണു മിഴിച്ച് നോക്കുന്നത് ഗൂഗിളും അർച്ചനയെ ശ്രദ്ധിച്ചു. ഉടനെ രാജീവിനെ കണ്ട് അവന്തിക പറഞ്ഞു, അതെ രാജീവ് ഇനി കുറച്ച് ദിവസത്തേക്ക് ശിശിരയും രാജീവും ഗൗരിമോളും മാത്രമല്ലേ ഇവിടെയുള്ളൂ. എല്ലാ കാര്യങ്ങളും ശിശിര നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുമുണ്ടല്ലോ. എന്തായാലും രാജീവ് ഓക്കെ ആവട്ടെ, എന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ഗോകുല് അത് നമ്മൾ സമ്മതിക്കുമ്പോൾ സമൃദ്ധിയും ശോഭയും പറഞ്ഞു, എന്നാലേ കുറച്ച് ബാഗെല്ലാം കൂടി റൂമിൽ നിറക്കി വെക്കട്ടെ, ട്രിപ്പിനുള്ള ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടി മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും ഗോകുലും പറഞ്ഞു, അതെ എനിക്കും കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്, എന്നാൽ ഞാൻ റൂമിലോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഗോകുലും അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം പോകുമ്പോൾ സമൃദ്ധ തനിച്ചാകുന്നു. അർച്ചന അവന്തിക മാത്രം രാജീവിൻ്റെ അടുത്ത് തനിച്ചായി. എങ്ങനെയും ഈ യാത്ര മുടക്കണമെന്നതായിരുന്നു രാജീവിൻ്റെ ആഗ്രഹം. അവന്തിക കൂടെയുള്ളത് കൊണ്ട് തന്നെ അതിലെന്തോ ചതി മറിഞ്ഞിരിപ്പുണ്ടെന്ന് രാജീവിൻ്റെ മനസ്സലട്ടി. അപ്പോഴേക്കും രാജീവ് ആശങ്കയോടെ അരികിലേക്ക് വന്ന അവന്തിയോട് ചോദിച്ചു, നീയും കൂടെ പോകുന്നുണ്ടോ? അപ്പോഴേക്കും അവന്തിക ചോദിച്ചു, അതെന്ത് ചോദ്യം രാജീവേ, ഞാനില്ലാതെയാണോ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാൻ തന്നെയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഇതിന്റെ കാരണം എന്താണെന്ന് രാജീവിന് അറിയാമോ? ഈ ട്രിപ്പിൽ നടക്കാൻ പോകുന്നത് ഗോകുലിന്റെയും സമൃദ്ധിയുടെയും വിവാഹമാണ്. നിനക്ക് ഇവിടെ കിടന്ന് തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞോ എന്ന് രാജീവിനെ വെല്ലുവിളിക്കുന്നു. രാജീവ് ഇതെല്ലാം കേട്ട് ഭയത്തോടെ സമൃദ്ധിയുടെ ഗോകുലിന്റെയും ജീവിതം ഒന്നിപ്പിക്കാനായിട്ടുള്ള അവന്തികയുടെ ശ്രമം അതെങ്ങനെ പരാജയപ്പെടുത്തുമെന്ന് ആലോചിച്ച് ആശങ്കപ്പെട്ട് രാജീവ് അങ്ങ് നിന്നു. എങ്ങനെയും ഈ ഒരു യാത്ര മുടക്കിയേ തീരൂ എന്ന് രാജീവ് ചിന്തിക്കുമ്പോൾ അവന്തിക പറഞ്ഞു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ കിടപ്പിൽ തന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ നീ ചെയ്യുക എന്ന് പറയുമ്പോൾ വല്ലാത്ത പകയും ദേഷ്യവും ഇരച്ചു വരുന്നത് കൊണ്ട് രാജീവ് തന്റെ വലത് കൈ പതിയെ ചലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ രാജീവ് ദേഷ്യത്തോടെ അവന്തികയെ നോക്കുമ്പോഴാണ് സച്ചിയുടെ വീട്ടിൽ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ആരതിയെ ഭക്ഷണം മുട്ടുകയാണ്. ഈ സമയത്ത് ഗോകുലും അർച്ചനയും ഒക്കെ കാറിൽ നേരെ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. അങ്ങനെ പൊന്മുടിക്ക് അവർ യാത്ര പുറപ്പെടുമ്പോൾ ഗൂഗിള് കുറച്ചു ദൂരം വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഗൂഗിള് പറഞ്ഞു, അതെ വയറ് വല്ലാതെ ചൂളം വിളിക്കാൻ തുടങ്ങി, ഇനി എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും അടുത്ത നല്ലൊരു ഹോട്ടലിൽ നിർത്ത് എന്ന് അർച്ചനയെ അറിയിച്ചു. ഉടനെ ഞാൻ അത് തന്നെയാണ് നോക്കുന്നത്, പക്ഷെ ഇവിടെയൊന്നും നല്ലൊരു ഹോട്ടൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ചങ്ങ് മുന്നോട്ട് പോയപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അതെ എന്നാൽ തൽക്കാലത്തേക്കുള്ള സ്നാക്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വെജിറ്റബിൾ സാൻഡ്വിച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ കയ്യിൽ കരുതണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും വെജിറ്റബിൾ സാൻഡ്വിച്ച് അവന്തിക എടുത്തു കൊടുക്കുന്നു. അത് വാങ്ങിച്ച് ശോഭയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൂഗിളിനുള്ളത് അർച്ചന ഗൂഗിളിന് നേരെ നീട്ടി. അപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, ഏയ് എനിക്കിപ്പോൾ വേണ്ടു, താൻ കഴിച്ചു, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം കഴിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞതും
ഗൂഗിളിനോട് അർച്ചന ചോദിച്ചു. "അല്ല, എന്നാ ഒരു കാര്യം ചെയ്യാം. വണ്ടി എവിടേലും ഒതുക്കി നിർത്താം. എന്നിട്ട് കഴിക്കാമല്ലോ. ഫുഡ് കഴിച്ചിട്ട് പോയാ മതി. ഗൂഗിളല്ലേ വിശക്കുന്നെന്ന് പറഞ്ഞത്" എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു, "അത് വേണ്ടോ. താൻ കഴിച്ചോ. ഇപ്പോ ഈ ഡ്രൈവ് ചെയ്യുന്നതില് ഒരു മൂഡുണ്ട്. ആ ഒരു ഫ്ലോ അങ്ങ് പോകും. ഇപ്പോ വണ്ടി എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാ. അതുകൊണ്ട് താൻ കഴിച്ചോ. പിന്നീട് ഞാൻ കഴിച്ചോളാം" എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് നിന്ന അവന്തിക പറഞ്ഞു, "അല്ല, ഗൂഗിൾ കഴിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാ സമൃദ്ധ കഴിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്. ഗൂഗിൾ വണ്ടി നിർത്തണ്ട. സമൃദ്ധ അത് വായിൽ വെച്ച് കൊടുത്താൽ മതി" എന്ന് പറഞ്ഞു. "അതിനെന്താ" എന്ന് പറഞ്ഞ് ഉടനെ ഗൂഗിളിന് വായിൽ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കുകയാണ് സമൃദ്ധ. അങ്ങനെ സമൃദ്ധയും ഗൂഗിളും സാൻഡ്വിച്ച് കഴിക്കുന്നത് കണ്ട് ശോഭയും അവന്തികയും അവരുടെ മനസ്സിലെ ആ ഗൂഢലക്ഷ്യം താലോലിച്ചുകൊണ്ട് പരസ്പരം നോക്കി ചിരിച്ചു. അങ്ങനെ ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ സച്ചിയുടെ വീട്ടിൽ ആരതി വർമ്മയെ വിളിച്ച് ആരതി വർമ്മയ്ക്ക് ഭക്ഷണം മുട്ടുകയായിരുന്നു എല്ലാവരും. ആരതി മതിയെന്ന് പറയുമ്പോഴേക്കും വീണ്ടും കമലമ്മ കഴിക്കാൻ പറഞ്ഞ് ഭക്ഷണം ഇട്ട് കൊടുത്തു. ഇത് കണ്ടതോടെ സച്ചി പറഞ്ഞു, "അതെ, ഒരു കാര്യം ചെയ്യ്. വക്കീൽ ഇവിടെ അങ്ങ് കൂടിക്കോ അമ്മയുടെ കൂടെ, അമ്മയുടെ പ്രിയപ്പെട്ട മോളായിട്ട്. അപ്പോൾ ഇപ്പോഴും ഇതുപോലെ രുചികരമായ ഭക്ഷണം കഴിക്കാം." അപ്പോഴേക്കും ഉടനെ ആരതി പറഞ്ഞു, "അതെ, ഞാൻ സത്യത്തിൽ വന്നതേ ഒരു കേസിൻ്റെ അന്വേഷണത്തിനായിട്ട് ആവശ്യത്തിനായിട്ട് ഒരു യാത്ര പോകാനുണ്ടായിരുന്നു. സച്ചിയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്തായാലും ഇങ്ങോട്ടേക്കുള്ള വരവ് വെറുതെ ആയില്ല. അതുകൊണ്ട് രുചികരമായ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞല്ലോ" എന്ന് പറഞ്ഞു. അത് കേട്ടതും സച്ചി അമ്മയോടൊപ്പം ഇവിടെ കൂടിക്കൊള്ളാനായിട്ട് പറഞ്ഞ് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് സന്ദീപ് എത്തി. "ആ, കൊള്ളാലോ. ഇതിപ്പം വരനെയും വധുവിനെയും കല്യാണ പെണ്ണിനെയും കല്യാണ ചെറുക്കനെയും ഭക്ഷണം ഊട്ടുന്ന പോലെ വിരുന്നൂട്ടുന്ന പോലെ ഉണ്ടല്ലോ" എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് സന്ദീപ് അവിടേക്ക് എത്തി. എന്നിട്ട് ആ ടേബിളിലിരുന്ന ഭക്ഷണമൊക്കെ ഒന്ന് രുചിച്ച് നോക്കുന്നു. ഇത് ഒട്ടും ഇഷ്ടപ്പെടാതെ ആതിര അവിടെ നിന്ന് പോകുമ്പോഴേക്കും ആതിരയുടെ പിന്നാലെ സന്ദീപ് ചെല്ലുകയാണ്. "ഈ മോളെ അവിടെ നിന്നേ. എവിടെ എവിടെ എൻ്റെ മോളെവിടെ?" എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആതിര ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങുമ്പോഴേക്കും സന്ദീപ് വീണ്ടും ആതിരയെ പിടിച്ചു നിർത്തി. "നിന്നോട് ഞാൻ ചോദിച്ചത് എൻ്റെ മോളെവിടെയെന്ന്." "നിന്റെ മോളോ? ഏതാ നിന്റെ മോള്? നിനക്ക് അങ്ങനെ ഒരു മോളില്ല" എന്ന് പറഞ്ഞു. അത് കേട്ടതും സന്ദീപ് ദേഷ്യപ്പെട്ടു. "നീ എന്താടി പറഞ്ഞത്?" എന്ന് ചോദിച്ചപ്പോഴേക്കും ആതിര പറഞ്ഞു, "അതെ, എൻ്റെ മോളാ അമ്മു. അവളെ എന്നു മുതൽ നീ അവന്തികയോടൊപ്പം ചേർന്നോ അന്നു മുതൽ നിനക്ക് അവളിൽ ഒരു അവകാശവുമില്ല." അത് കേട്ട് കഴിഞ്ഞത് ഉടനെ സന്ദീപ് പറഞ്ഞു, "ഓ, അത് ശരി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാൻ നോക്കുക അല്ലേ?" അപ്പോഴേക്കും സന്ദീപിനോട് ആതിര പറഞ്ഞു, "സന്ദീപേ, നിന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. നിന്നെ അവരുടെ കൂടെ കൂട്ടി ഈ കുടുംബത്തെ തകർക്കാനാണ് നോക്കുന്നത്. ഞാനും നമ്മുടെ മോളും എല്ലാം ഉൾപ്പെടുന്ന ഈ കുടുംബത്തെ ഇല്ലാതാക്കാനാണ് അവർ നോക്കുന്നത്. നീ ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. അവരുമായിട്ടുള്ള ചങ്ങാത്തം അവസാനിപ്പിച്ച് മടങ്ങി വരാൻ നോക്ക്" എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സന്ദീപ് ദേഷ്യത്തോടെ, "നീ എന്താടി പറഞ്ഞതെന്ന്" ചോദിച്ച് കൈ ഉയർത്താൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് കമലമ്മ ഓടിയെത്തി. "നിർത്തടാ അവിടെ" എന്ന് പറഞ്ഞ് സന്ദീപിൻ്റെ ഉയർത്തിയ അരികിലേക്ക് എത്തി കമലമ്മ പറഞ്ഞു, "കൈ താത്തിടാനാണ് നിന്നോട് പറഞ്ഞത്. ഇത് ഞാൻ പ്രസവിച്ച എൻ്റെ മോളാണ്. എൻ്റെ മുന്നിൽ വെച്ച് നിനക്കിവളെ തല്ലാനുള്ള ധൈര്യം ഉണ്ടോടാ" എന്ന് ചോദിച്ചപ്പോഴേക്കും സന്ദീപ് കൈ മാറ്റിയിട്ട് പറഞ്ഞു, "എല്ലാവരും ചേർന്ന് എന്നെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ നോക്കുക അല്ലേ" എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അത് കേട്ട് നിന്ന് ആരതി അവിടേക്ക് എത്തി. "സന്ദീപേ, ഇക്കാര്യത്തിൽ ഇടപെടാനോ സംസാരിക്കാനുള്ള അവകാശം എനിക്കില്ല. എങ്കിലും നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്നത് കൊണ്ടും ഞാൻ പറയുക. സന്ദീപേ, ഇത്തവണ ഈ കേസ് നിങ്ങൾ ജയിക്കും. അവന്തിക തോൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും" എന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് കളയെക്കൊണ്ട് പറഞ്ഞു, "ഓ, ആയിക്കോട്ടെ. അല്ല പെണ്ണുമ്പിള്ളെ, എന്നെ ഉപദേശിക്കാൻ നിങ്ങളാരാ?" എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. "അതെ, നിങ്ങൾ ഈ നിൽക്കുന്ന ഈ സച്ചി എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ഭാര്യയാണോ? രണ്ടാം ഭാര്യയാണോ? അതോ വെപ്പാട്ടിയാണോ?" എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ സന്ദീപ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോൾ അടുത്ത് നിന്ന കമലമ്മയും ആതിരയും സ്നേഹയും ഒക്കെ ആ ചോദ്യം കേട്ട് വല്ലാതെ കലിപൂണ്ടു. ഉടനെ തന്നെ സച്ചി സന്ദീപിനെ പിടിച്ചു നിർത്തി. "എടാ, എന്താടാ നീ പറഞ്ഞത്?" എന്ന് ചോദിച്ച് സന്ദീപിൻ്റെ കർണ തട്ടിക്കുന്നു. എന്നിട്ട് സന്ദീപിനോട് പറഞ്ഞു, "നിനക്ക് നാണമില്ലേടാ? അമ്മയും പെങ്ങന്മാരുടെയും കേൾക്ക വെച്ച് ഒരു സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കാൻ അത്രയും സംസ്കാരശൂന്യനായി മാറിയോടാ നീ?" എന്ന് ചോദിച്ച് സന്ദീപിൻ്റെ കർണത്തടിച്ചിട്ട്, "വാടാ ഇവിടെ, ഇവിടെ വാടാ. നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. ഇറങ്ങടാ ഇവിടുന്ന്" എന്ന് പറഞ്ഞപ്പോൾ "താൻ പോടോ" എന്ന് പറഞ്ഞ് സന്ദീപ് മുഖം തിരിച്ചു നിന്നു. സന്ദീപിനെ പിടിച്ചു വലിച്ചുകൊണ്ട് സച്ചി വാതിക്കലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അവിടേക്ക് വരുന്ന ആരതി പറഞ്ഞു, "സന്ധി ശശി, ഒന്ന് നിർത്തിക്കേ. എനിക്ക് ഇയാളോട് ഒന്ന് സംസാരിക്കാനുണ്ട്." അങ്ങനെ പറഞ്ഞുകൊണ്ട് സന്ധ്യയുടെ അരികിലേക്ക് ചെന്നു. "അതെ, നിങ്ങൾ കുറച്ചു മുമ്പ് ചോദിച്ചല്ലോ ഞാൻ സച്ചിയുടെ ആരാണ് എന്ന്. സത്യത്തിൽ സച്ചിയെപ്പോലെ ഒരു മനുഷ്യനെ ഈ ജന്മത്ത് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാൻ പല പുരുഷന്മാരെയും കണ്ടിട്ടുണ്ട്. പലരെയും സംസാരിക്കുകയും പലരും എൻ്റെ കക്ഷികളായി വന്നിട്ടുമുണ്ട്.
കൊലപാതകികളും പിടിച്ചുപറിക്കാരും മോഷ്ടാക്കളും അതുപോലെ തന്നെ ഭാര്യയെ കൊന്നുകളഞ്ഞവരും മറ്റു ഭാര്യയുടെ പിന്നാലെ പോയവരും അങ്ങനെ അങ്ങനെ ജീവിതത്തിൽ പല രീതിയിലും പല മുഖങ്ങളും പ്രകടമാക്കിയ ആളുകൾ. എന്നാൽ അതിൽ ഒരാൾ പോലും സച്ചിയെ പോലെ ഉണ്ടായിരുന്നില്ല. സച്ചി എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ഈ നിമിഷം വരെ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു നോട്ടം കൊണ്ട് പോലും മറ്റൊരു സ്ത്രീയുടെ മേൽ മോശമായൊരു നോട്ടം പോലും ഇന്നേ വരെ ഈ സച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സച്ചിയെ വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ സച്ചിയോടൊപ്പം നിന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സന്ദീപ് പറഞ്ഞു, മനസ്സിലായി, അതുകൊണ്ടാണല്ലോ അന്ന് റെയ്ഡിൽ രണ്ടുപേരെയും ഹോട്ടലിൽ നിന്ന് പിടിച്ചത് എന്ന് പറഞ്ഞതും ഉടനെ ആരതി പറഞ്ഞു, അതെ, റെയ്ഡിൽ നിന്ന് പിടിച്ചു, അത് സത്യം തന്നെയാണ്. എന്താ അന്ന് ആ നടന്നതിന്റെ പിന്നിലും അവന്തികയായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതും അവന്തികയുടെ ചതിയായിരുന്നു. ഞാനത് സച്ചിയോട് പറഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ ഒരു കാര്യം സന്ദീപ് മനസ്സിലാക്കണം, ഏത് പാദയാത്രയിലും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ഒരു പെണ്ണിനും ആശങ്ക കൂടാതെ പേടിക്കാതെ സച്ചിയോടൊപ്പം പോവാം, സച്ചിയോടൊപ്പം ഒരു മുറിയിൽ കഴിയാം. അതിൽ ഒരു പേടിയുടെ ആവശ്യമില്ല. കാരണം അത്രത്തോളം ഈ മനുഷ്യൻ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും മാത്രം സ്നേഹിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അത്രത്തോളം ഈ മനുഷ്യനെ വിശ്വസിക്കാം. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് തനിക്കറിയാവോ? വിശ്വാസം. ആ വിശ്വാസം സച്ചിയുടെ മേൽ ഏതൊരു പെണ്ണിനും ഉണ്ടാകും. കാരണം ഇത്രയും നല്ല സ്വഭാവമുള്ള, ഇത്രത്തോളം നല്ല ചിന്താഗതിയും സ്വഭാവമുള്ള സച്ചിയുടെ രണ്ടാം ഭാര്യയായി ജീവിക്കുന്നത് പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് ആരതി പറയുമ്പോൾ അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. സച്ചിയുടെ രണ്ടാം ഭാര്യ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് കൂടി പറയുമ്പോൾ എല്ലാവരും ആ വാക്ക് കേട്ട് ആശ്ചര്യത്തോടെ നോക്കുന്നു. ആരതിയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണപ്പോൾ സച്ചിയോടൊപ്പം ആരതിയെ വിവാഹം ആലോചിച്ചാലോ എന്ന ചിന്ത കൂടി. അർച്ചന മരണപ്പെട്ടു എന്നൊരു രീതിയിലുള്ള സംസാരം ജോത്സ്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് സച്ചിയുടെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല എന്ന തീരുമാനത്തിലെത്തി. അതുകൊണ്ട് തന്നെ സച്ചിയോടൊപ്പം ജീവിക്കാനായിട്ട് ആരതിയെ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നു.